മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ ഒരു സ്കൂൾ പരിപാടിയിൽ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നതിൻ്റെ ദൃശ്യമാണത്. ആ പ്രസംഗത്തിൻ്റെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ 1ാം സ്ഥാനം നേടുകയും ചെയ്തു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: മകൾ ഫാത്തിമ നർഗീസ് വീണ്ടും സ്ട്രേറ്റ് പാത്ത് സ്കൂൾ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. തുടർച്ചയായി ഈ നേട്ടം മകൾക്ക് നിലനിർത്താൻ സാധിച്ചതിൽ ഒരു പിതാവെന്ന നിലയിൽ ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്നു. മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളുടെ ഏതൊരു വിജയം അതിരുകളില്ലാത്ത സന്തോഷമാണല്ലോ പകർന്നു നൽകുന്നത്. പ്രിയ മകളുടെ ഈ നേട്ടത്തിൽ പിന്തുണയും പ്രോത്സാഹനവും നൽകി കൂടെ നിന്ന് സ്ട്രേറ്റ് പാത്ത് സ്കൂളിനും അധ്യാപകർക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും മക്കൾക്ക് ജീവിതയാത്രയിൽ വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ സർവശക്തൻ പ്രാപ്തിയും അവസരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഇതൊരു സാധാരണ കുറിപ്പാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ സ്കൂളിലുണ്ടായ ഒരു വിജയത്തെക്കുറിച്ചുള്ള കുറിപ്പാണ്. രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ ആ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗുകാർ വരെ, ലീഗിൻ്റെ അനുഭാവികൾ വരെ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനെതിരെ, സംസ്ഥാന അധ്യക്ഷനെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിനെതിരെ ചിലർ ചില കാര്യങ്ങളിൽ, എന്നുവെച്ചാൽ ക്രിസ്മസ് കേക്ക് കഴിച്ചു എന്ന് പറഞ്ഞു വരെ സൈബർ അറ്റാക്കും വ്യക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിന് വ്യക്തമായ മറുപടി നൽകുകയും ചെയ്തെങ്കിലും അത് കൈവിട്ട് പോയിരിക്കുകയാണെന്ന് പറയാം. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ വ്യക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോകുകയാണെങ്കിൽ അതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വ്യക്തമായി പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സൈബർ പോരാളികൾ വരെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കമൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാലിഹ് അരിക്കുളം എന്ന വ്യക്തി എഴുതാണ്. അതിങ്ങനെയാണ്: കഷ്ടപ്പെട്ട് പരീക്ഷ ജയിച്ച് തൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സ്റ്റേജിൽ കയറിയതിന് ഒരു പാവം പെൺകുട്ടിയെയും രക്ഷിതാക്കളെയും അപമാനിച്ച് വിട്ട സാമസ്ഥയിലെ പുരോഹിതന്മാർ കണ്ടുപഠിക്കട്ടെ. പാണക്കാട്ടെ പെൺകുട്ടിയുടെ തൻ്റെയും അവൾക്ക് പിതാവ് നൽകുന്ന ഈ പിന്തുണയെന്നാണ് ഒരു കമൻറ്റ്. അതിനുശേഷം പിന്നെ അടുത്ത കമൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ലീഗിൻ്റെ തന്നെ സൈബർ പോരാളിയായിട്ടുള്ള മുസ്തഫ വേങ്ങരയുടെ പോയിൻ്റാണ്. 10,000-ഓളം ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് മുസ്തഫ വേങ്ങര. ലീഗിന് വേണ്ടി കാര്യമായിട്ട് സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് കമൻറ്റിനകത്തുള്ള ഏറ്റവും അവസാനത്തെ പോർഷനാണ് വ്യക്തമായി അദ്ദേഹം സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ വിമർശനം ചെയ്ത് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അതിനു മുമ്പ് വരെ ഖുറാനെ കോട്ട് ചെയ്യണം അദ്ദേഹം പറയുന്നു: തങ്ങളെ നിങ്ങളുടെ റൂട്ട് തെറ്റിയിരിക്കുന്നു. പാരമ്പര്യം പറഞ്ഞാൽ പോരാ, അത് നിലനിർത്താൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അടുത്ത കമൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും ഉമർ സിയുടെ കമൻറ്റാണ്. അതിങ്ങനെയാണ്: ഇങ്ങനെയൊക്കെ സ്ത്രീകൾ പോകാൻ പറ്റുമോ തങ്ങളെ? ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി സർട്ടിഫിക്കറ്റ് വാങ്ങിയപ്പോൾ എന്തൊക്കെ പൊല്ലാപ്പായിരുന്നു. അമ്മായിമ്മയ്ക്ക് അടുപ്പിലുമാകാമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. അതിനുശേഷം പിന്നെ ഇർഷാദ് ബിച്ചാപ്പു എന്ന വ്യക്തിയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: പാണക്കാട് കുടുംബത്തോടും തങ്ങന്മാരോടും എന്നും ബഹുമാനവും ഇഷ്ടവും തന്നെ ഉണ്ടായിട്ടുള്ളൂ. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇത്തരം വീഡിയോകളൊന്നും അങ്ങയുടെ പോസ്റ്റിൽ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. അത് എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ശരി. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് ഷറഫുദ്ദീൻ ഹസാൻ എന്ന പോയിൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ആ കുട്ടി സ്ത്രീകളുടെ ഇടയിൽ വെച്ച് മാത്രം പ്രസംഗിച്ച പ്രസംഗം എന്തിനാണ് തങ്ങളെ നിങ്ങൾ അന്യപുരുഷന്മാർ കാണുന്ന രൂപത്തിൽ നല്ലവരുടെയും തെമ്മാടികളുടെയും മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കുന്നതെന്നാണ് ഷറഫുദ്ദീൻ ഹസാനി ചോദിക്കുന്നത്. പിന്നെ അതിനുശേഷം വേറൊരു കമൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഷംസു വടക്കുംപുറത്തിൻ്റെ കമൻറ്റാണ്. നാട്ടുകാരുടെ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറിയല്ല ആരാണ്ട പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റണത് എന്ന് അലറും. അവനവൻ്റെ കൊച്ചു കയറിയാൽ അത് പെർഫോമൻസ്. മാത്രമല്ല ഫൈസലിൻ്റെ കമൻറ്റുണ്ട്: എന്തുകൊണ്ട് പെൺകുട്ടികൾ മതം ഉപേക്ഷിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഈ കാണുന്നത്. പണ്ഡിതന്മാർക്കും തങ്ങന്മാർക്കും മറ്റ് മതസ്ഥര ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാം. ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ, വിവാഹ എൻഗേജ്മെൻറ്റ് നടത്താം. ആർഭാടമായി വിവാഹം നടത്താൻ ഒരു ദീനും ഇവർക്കൊന്നും പ്രശ്നമല്ല. സാധാരണക്കാരെ ആളുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ വിഷയമായി കാണുകയും ഇതിനെതിരെ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഒന്നുകിൽ എല്ലാവർക്കും അനുവദിക്കുക, അല്ലെങ്കിൽ ഇവരെ പോലുള്ള ആളുകൾ സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിൽ ജീവിക്കുക. ഏറ്റവും അവസാനം അസ്കർ ചമ്പരസിൻ്റെ കമൻ്റ് ഉണ്ട്: ഇതിപ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായി പറഞ്ഞതിന് സകല പണ്ഡിതന്മാരും ഇപ്പോൾ കോമരം തുള്ളിയനെ, നരകത്തിലെ വിറകൊള്ളിയെന്നും മറ്റും. ഇതിപ്പോൾ പാണക്കാട്ട് കുട്ടിയായി പോയില്ലേ എന്ന് പറഞ്ഞാണ് കമൻറ്റ്. ഇങ്ങനെ ഒരുപാട് കമൻ്റ് ഉണ്ട്. സാധാരണ വലിയ റീച്ചുകൾ വരാതിരുന്ന പോസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഈ ഒരു പോസ്റ്റിന്, അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രസംഗിക്കുന്ന വീഡിയോയ്ക്ക് ഒരുപാട് റീച്ചും ഒരുപാട് കമൻറ്റും ഒരുപാട് റിയാക്ഷനും വന്നിട്ടുണ്ട്. കമൻറ്റുകൾ അധികം നെഗറ്റീവ് കമൻറ്റുകളാണ്. സൈബർ അറ്റാക്ക് ആണെന്ന് എടുത്ത് തന്നെ പറയാം. ഇത് സാധാരണ രാഷ്ട്രീയം പറയേണ്ട വ്യക്തി ഒരു ഏരിയ അല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ വല്ലാത്ത രീതിയിൽ രാഷ്ട്രീയം കടന്നു വന്നിരിക്കുകയാണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു സ്കൂളിൽ കിട്ടിയ ഒരു പുരസ്കാരത്തിനെ കുറിച്ചുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റിന് താഴെയാണ് ഇത്രമാത്രം സൈബർ അറ്റാക്ക് നടക്കുന്നത്. അത് മുസ്ലിം ലീഗിൻ്റെ തന്നെ പ്രവർത്തകരാണ് സൈബർ അറ്റാക്ക് നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല അതിൽ ഒരു കാര്യം അഭിനന്ദിക്കേണ്ടത് മുനവർ അലി ശിഹാബ് തങ്ങളെ തന്നെയാണ്. അദ്ദേഹത്തിനും ഏകദേശം പ്രതീക്ഷിക്കാൻ പറ്റുമായിരുന്നു ഇങ്ങനൊരു സൈബർ അറ്റാക്ക് വരുന്നു. എന്നിട്ടും സ്വന്തം മകളുടെ ആ വലിയ വിജയം അദ്ദേഹം ജനങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ആ കരുത്ത് കാണിച്ചു.
ആ ധൈര്യത്തിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുക തന്നെ വേണം. പക്ഷേ എന്നിരുന്നാൽ പോലും മുസ്ലിം ലീഗിൻ്റെ സാധാരണ പ്രവർത്തകർ ഇപ്പോഴും 16-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നതിന് മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു സമുന്നതനായ നേതാവിന് ഇപ്പോൾ അനുഭവം മൂലം മനസ്സിലാക്കിയിരിക്കുകയാണ്. അത് മാറ്റേണ്ടത് ആ മനസ്സിലാക്കിയ വ്യക്തി തന്നെയാണെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. എന്തൊക്കെയാലും സ്വന്തം മകളുടെ ആ വലിയ വിജയത്തെ മറച്ചു വെക്കാതെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച മുനവർ അലി ശിഹാബ് തങ്ങൾക്ക് അഭിനന്ദനം. ആ ധൈര്യത്തിന് എന്തായാലും ഒരു സല്യൂട്ട് കൊടുത്തേ പറ്റും. പക്ഷേ പ്രവർത്തകരെ കൂടി ഇതുപോലെ നിങ്ങൾ മാറ്റിയെടുത്തില്ലെങ്കിൽ ലീഗ് വീണ്ടും വിസ്മൃതിയിലായി പോകുമെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ.